കടല് തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞാലുവേ ചില സാധനങ്ങൾ നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കല്ലുമ്മക്കായ പോലുള്ള സാധനങ്ങൾ. കല്ലുമ്മക്കായൊക്കെ കഴിക്കണമെങ്കിൽ ഇതാ ഈ വലിപ്പത്തിലുള്ളത് കഴിക്കണം. നമ്മളിവിടെ മിക്കവാറും വിൽക്കുന്നതൊക്കെ കാണാറുണ്ട്, പക്ഷെ അത് വളരെ ചെറുതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇന്ന് നമുക്ക് വലിയ കല്ലുമ്മക്കായ കിട്ടിയായിരുന്നു. വലുത് കിട്ടിയപ്പോൾ 1.5 കിലോ അങ്ങ് മേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോണേ എന്തോരം ഉണ്ടാവും എന്നുള്ളത്. കല്ലുമ്മക്കായയുടെ കൂടെ ഇന്ന് നമുക്ക് നങ്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കല്ലുമ്മക്കായ വൃത്തിയാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കത്തേ ഉള്ളൂ, നാളെ എടുക്കുകയുള്ളൂ കേട്ടോ. വൃത്തിയാക്കലാണല്ലോ ഒരു ജോലി, അപ്പോൾ പിന്നെ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ കല്ലുമ്മക്കായ എടുത്ത് നല്ല പോലെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോ കല്ലുമ്മക്കായും കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തോല് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പില്ലേ, അതിനകത്തോട്ട് വെള്ളം ഒരു തരി പോലും ഇല്ലാതെ അതങ്ങോട്ട് ഇട്ട് കേട്ടോ. ഒരു തരി വെള്ളം നമ്മൾ അതിൽ വെച്ചിട്ടില്ലെങ്കിലും വെന്ത് വരുമ്പോൾ നിറയെ വെള്ളമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അപ്പച്ചെമ്പ് മൊത്തത്തിൽ അടയ്ക്കേണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കാം. ആ സമയത്ത് ഞാൻ നങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇതും ഇച്ചിരി പണിയുള്ള കാര്യമാണ്, അങ്ങനെ സാരമില്ല. എനിക്കാണെങ്കിൽ ഈ മീൻ വെട്ടലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ തിള വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കക്ക എല്ലാം വാ തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ കക്കായ്ക്ക്. ഇനിയിപ്പോൾ ഓരോ കക്കായും എടുത്ത് അതിനകത്തുള്ള മാംസം നമ്മൾ അതിൻ്റെ തന്നെ തോടുകൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തിരി അഴുക്കുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങ് എടുക്കാം. ഞാനിത് ക്ലീൻ ചെയ്യുന്ന ദിവസം ഉണ്ടാക്കുന്നില്ല കേട്ടോ, പിറ്റേ ദിവസമാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോഴാണ് ഓർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വേവിക്കാൻ വെക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു വിസിലടുപ്പിക്കാം. ഞാൻ ചട്ടിയിലാണ് വേവിച്ചെടുത്ത്. ഒട്ടും വെള്ളമില്ലാതെ വെച്ചാൽ മതി കേട്ടോ, നല്ല വെള്ളം വരും. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. പാൻ ചൂടപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളേ. പിന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തു. ഫ്രൈ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിറയെ കുഞ്ഞുള്ളി ഇടുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, വളരെ കുറച്ച് കേട്ടോ, കാരണം നമ്മൾ കല്ലുമ്മക്കായ വേവിച്ച സമയത്തും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയെല്ലാം നല്ല പോലെ ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പ് ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം എല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണയുടെ കുറവ് തോന്നിയതുകൊണ്ട് ഞാനൊരു ശകല എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ ചിക്കൻ വരട്ടിയത് പറക്കി തിന്നുവാണേ. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ, നല്ല അടിപൊളി മണമൊക്കെ വരുവേ. അങ്ങനെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും, പൊടികളാകട്ടെ അല്ല എന്തായിക്കോട്ടെ, ഒരുപാട് സാധനങ്ങളൊന്നും വാരി വലിച്ചിടുന്ന ഇഷ്ടമല്ല കേട്ടോ. എല്ലാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. കുറച്ച് വേപ്പില ഉണ്ട്, നിങ്ങൾ വേപ്പില ഇട്ട് കൊടുത്തോട്ടെ. എൻ്റെ വേപ്പില ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.